നമസ്കാരം, രമ്യാസ് മാത്സ് കാണലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 60 വന്ന 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പേജ് നമ്പർ 61 വരുന്ന 2 ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2/3 ഈസ് ഈക്വൽ ടു 2 into square root of 2/3 and square root of 3/8 is equal to 3 into square root 3/8. And then can you find other numbers like this? ഇതുപോലത്തെ മറ്റ് നമ്പേഴ്സ് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ എന്താ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് നോക്കിക്കേ. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് 2/3യുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 into square root 2/3. അവിടുത്തെ പ്രത്യേകത, ഈ 2നെ ഇങ്ങ് പുറത്തെടുത്തിട്ടുണ്ട് അല്ലെ, റൂട്ടിന് വെളിയിലിട്ടിട്ട് ബാക്കി ഈ 2/3ക്ക് മാത്രം എന്തെടുത്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 2/3യുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പം 2 പുറത്തിട്ടിട്ട് ആ 2/3യുടെ സ്ക്വയർ റൂട്ട് മാത്രം കണ്ടുപിടിക്കുക. അതുപോലെ വേറൊരെണ്ണം 3/8, അത് ചെയ്യാൻ എളുപ്പം 3യെ പുറത്തിട്ടിട്ട് എന്ത് ചെയ്യുക, 3/8ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്താൽ ശരിയാവോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് 2/3, അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതിപ്പോ മിശ്രഭിന്നമാണ്, അതിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റുക അല്ലെ, മിക്സഡിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റുക. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ഡിനോമിനേറ്ററിലുണ്ട്, ഛേദത്തിലുണ്ട്, അതിന് മാറ്റമൊന്നുമില്ല. 3 into 2 6, 6 plus 2 8. അങ്ങനെയല്ലേ ചെയ്യുന്നത് നമ്മള്. 3 into 2 2 plus 2 3 into 2 ചെയ്തിട്ട് അതിനോടൊപ്പം ഈ 2നെയും കൂടെ ആഡ് ചെയ്യുക. 3 2s are 6, 6ഉം 2ഉം കൂടി 8. അപ്പൊ ഇത് 8/3 എന്ന് പറയുന്ന ഫ്രാക്ഷനെ കിട്ടി നമുക്ക്. ഈ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ പോരെ. അവിടെ നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ 8 ഒന്നും ഇല്ല അല്ലെ, ആ 8നെ നമുക്ക് മാറ്റണം. 8നെ എങ്ങനെ മാറ്റാൻ അറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തു, 4 into 2 ആയിട്ട് മാറ്റി അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ സ്ക്വയർ റൂട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 പേർക്കുമായിട്ട് കൊടുക്കാം. ഇത് കൊടുക്കാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഒരുമിച്ച് കിടന്ന സ്ക്വയർ റൂട്ടിനെ 2 പേർക്കുമായിട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 8ന് പകരം 4 into 2 കൊടുക്കാം. കൊടുത്തൂടെ, സ്ക്വയർ റൂട്ടൊക്കെ അതേപടി ഇടുക. ഇനി നോക്കിക്കേ, ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. ആർക്കൊക്കെയാ വരുന്നത്, സ്ക്വയർ റൂട്ട് 4 into square root 2 divided by square root 3. അപ്പൊ ആദ്യം ചെയ്തത് നമ്മൾ മിക്സഡിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റി, വിഷമഭിന്നത്തിലേക്ക് മാറ്റി. ഒരുമിച്ച് കിടന്ന സ്ക്വയർ റൂട്ടിനെ 2 പേർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 8നെ നമുക്ക് അറിയാവുന്ന ഫോമിലോട്ട് മാറ്റി അവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് 2 പേർക്കുമായിട്ട് റൂട്ട് കൊടുത്തു. ഇവിടെ സ്ക്വയർ റൂട്ട് 4 എത്രയാണ്, 2 അല്ലെ. അപ്പോൾ ഈ റൂട്ട് 4 2 കിട്ടും. പിന്നെ ഇവിടെ ഒരു റൂട്ട് 2 ഉണ്ട്, താഴെ ഒരു റൂട്ട് 3. അപ്പൊ സ്ക്വയർ റൂട്ട് 2 ബൈ റൂട്ട് 3 ആയിട്ട് ഇതിനെ മാറ്റി എഴുതാമല്ലോ അല്ലെ. 2/√3നെ ഈ 2 ഇവിടെ ഇട്ടിട്ട് റൂട്ട് 2/3 ആയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കിക്കേ, ഈ സ്ക്വയർ റൂട്ട് നമുക്ക് ഒരുമിച്ചിട്ടാൽ എന്താ കുഴപ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൂട്ട് 2/√3യെ റൂട്ട് 2/3 ആയിട്ട് എഴുതിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നോക്കിക്കേ, ഇപ്പൊ എന്താ കിട്ടിയത്, 2√2/3. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ പ്രൂഫായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് 3/8 which is equal to, അവിടെ എന്ത് ചെയ്യുക, മിക്സഡ് ആണ്, ഇംപ്രോപ്പർ വിഷമഭിന്നത്തിലേക്ക് മാറ്റണം. ഡിനോമിനേറ്റർ 8 ആണ്. 8 into 3 24, 24 plus 3 എത്രയാ വരുന്നത്, 27 വരുന്നുണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് 27. 2 പേർക്കുമായിട്ട് റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ. 27ഉം 8നും റൂട്ട് കൊടുക്കുക. 27 നമുക്ക് എങ്ങനെ എഴുതാം, 9 3s are 27, that is 9 into 3 ആയിട്ട് എഴുതാം. ഹിയർ റൂട്ട് 8. ഇനി നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം രണ്ടായിട്ട്, റൂട്ട് 9 into റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 8. ഇനി റൂട്ട് 8നെ മാറ്റണോ, വേണ്ട, കാരണം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ ഡിനോമിനേറ്ററിൽ 8 തന്നെയാണ് വരുന്നത്. അപ്പൊ ആ 8 എങ്ങനെ കിടന്നോട്ടെ. ഇവിടെ എന്ത് കിട്ടും, റൂട്ട് 9 3 ആണല്ലേ. ദാറ്റ് ഈസ് ഇതിന് പകരം 3 കൊടുക്കാം. 3 റൂട്ട് 3/√8. ഇനി എന്താ ചെയ്യാൻ പറ്റുക, 3 into റൂട്ട് 3/√8 എന്ന് മാറ്റി എഴുതാം. ഇനി ആ റൂട്ട് എന്ത് ചെയ്യാം, ഒരുമിച്ച് കൊടുക്കാം. ദാറ്റ് ഈസ് 3 into square root of 3/8.
8. അപ്പോൾ ഇത് രണ്ടും എന്താ കിട്ടിയത്? സെയിം ആയിട്ടാണ് വന്നത് അല്ലേ? ഇവിടെ 2/3 ആയിരുന്നപ്പോൾ 2 പുറത്തെടുത്തിട്ട് 2/3 റൂട്ട് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. 3/8 കണ്ടുപിടിക്കാൻ നേരത്ത് 3 പുറത്തെടുത്തിട്ട് 3/8 റൂട്ട് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇനി അടുത്ത് നമ്മളുടെ അടുത്ത് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 4/15. 4/15 ഇതിന്റെ സ്ക്വയർ റൂട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരണമെങ്കിൽ എന്ത് കിട്ടണം? സ്ക്വയർ റൂട്ട് ഓഫ് 4/15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4/15 ചെയ്യണം. ഇത് കിട്ടൂല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ വരുത്തക്ക രീതിയിൽ എങ്ങനെ വരണം? ഒരു നമ്പർ, ഒരു ഫ്രാക്ഷൻ, ഒരു മിക്സഡ് ഫ്രാക്ഷന്റെ, ഒരു മിശ്ര ഭിന്നത്തിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ആ ഹോൾ ആയിട്ട് കിടക്കുന്ന നമ്പറിനെ നമുക്ക് പുറത്തെടുത്തിട്ട് ബാക്കിയുടെ മാത്രം സ്ക്വയർ റൂട്ട് കാണത്തക്ക രീതിയിൽ എഴുതാൻ പറ്റണം. എല്ലാ നമ്പേഴ്സിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് ഡൗട്ടാണല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ക്യാൻ യു ഫൈൻഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്? ഇതുപോലത്തെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വരുമായിരുന്നോ? ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്യുക? ഇതുപോലെ മറ്റൊരു നമ്പർ, ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, ഇതുപോലെ മിക്സഡ് ആയിട്ട് വരുന്ന, ചേർത്ത് വരത്തക്ക രീതിയിൽ. എന്നിട്ട് അവിടെ ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, ഇതേ ഫോമിലാണോ വരുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേറൊരു ഫ്രാക്ഷൻ എടുത്തിട്ട്, മിക്സഡ് ഫ്രാക്ഷൻ എടുത്തിട്ട് തനിയെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. All red triangles in the picture are equilateral. All red triangles are equilateral. What is the ratio of the side of the other outer and inner squares? Outer and inner squares. ഇവിടെ കുറെ റെഡ് ട്രയാങ്കിൾസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ റെഡ് ട്രയാങ്കിൾസ് എല്ലാം ഇക്വലാറ്ററൽ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. Then what is the ratio of the sides of the outer and inner square? ഔട്ടർ സ്ക്വയറും ഇന്നർ സ്ക്വയറും. എന്താണ് ഔട്ടർ സ്ക്വയർ? ഏതാണ്? ഇതാണ് ഔട്ടർ സ്ക്വയർ അല്ലേ? ഇന്നർ സ്ക്വയർ ഏതാണ്? ഇതിനകത്ത് വരുന്നതാണ് ഇന്നർ സ്ക്വയർ. അപ്പോൾ ഇത് തമ്മിൽ എന്ത് കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ഔട്ടർ സ്ക്വയർ ആൻഡ് ഇന്നർ സ്ക്വയർ? പുറത്തുള്ള വലിയ സമചതുരത്തിന്റെ വശവും അകത്തുള്ള കുഞ്ഞു സമചതുരത്തിന്റെ വശവും തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ വലിയ സമചതുരത്തിന്റെയോ ചെറിയ സമചതുരത്തിന്റെയോ വശങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇല്ല. അകപ്പാട് അറിയാവുന്നത് ഈ റെഡ് കളർ പീസ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന് പകരം എക്സ് ഒന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കാം, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ആണെന്ന് കൊടുക്കാം. ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ ഈ സൈഡ്സ് എല്ലാം എന്തായിരിക്കും? എക്സ് ആയിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ എത്ര ഡിഗ്രി വരും? 60 ഡിഗ്രി വരും ഇല്ലേ? എല്ലാ ആംഗിൾസും 60 വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇതൊരു ലൈനാണ്, ഇവിടെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് രേഖീയ ജോഡികളല്ലേ ഇത് രണ്ടുപേരും, ലീനിയർ പെയർസ്. അപ്പൊ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി ഇതിനെ കട്ട് ചെയ്തൊന്ന് 90 ഡിഗ്രി വരുന്ന ഒരു മട്ട ത്രികോണം ഉണ്ടാക്കണം. അതെങ്ങനെയാണ്? ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്, ഒരു 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നു. എന്ത് ചെയ്യും? ഈ പാർട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ടും തുല്യമായിരിക്കുമല്ലോ. 120നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ പീസിലും ഇവിടെ എത്ര ഡിഗ്രി വെച്ചിട്ട് വരും? ഇവിടെ 120 നമ്മൾ കണ്ടു, അതിപ്പോ ഒന്ന് മായ്ക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എത്ര വരും? അതിന്റെ പകുതി 60 വരും അല്ലെ? ഇത്രയും പോർഷൻ 60 വരും. അപ്പോൾ ചെയ്തത് ഇവിടെ 60 ആയിരുന്നു, അപ്പോൾ ബാക്കി ഇത്രയും നമുക്ക് 120 കിട്ടും. അതിനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു പീസ് 60. അപ്പോൾ 60 ആയിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് വേണ്ടത് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കാം. അതൊന്നിവിടെ മാറ്റി വരച്ചാലോ? ഈ ഫോമിലാണ് ഇപ്പൊ വരുന്നത് അല്ലേ? ഈ സൈഡ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിന്റെ സൈഡ്, അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. പിന്നെ ഇവിടെ ഫോം ചെയ്ത ആംഗിൾ 60 ഡിഗ്രിയാണ്, ഇവിടെ 90 വരും. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും വരുന്നത്. നോക്കിക്കേ, ആംഗിൾസ് 30 90 വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം അറിയാലോ, എന്താണ്? 30ക്ക് ഓപ്പോസിറ്റ് 90ക്ക് ഓപ്പോസിറ്റ് തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടല്ലോ. എന്താണ്? 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും 30ക്ക് ഓപ്പോസിറ്റ് വരുന്നത് അല്ലെ? അപ്പൊ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് ആര് കിടപ്പുണ്ട്? എക്സ് കിടപ്പുണ്ട്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് എന്തായാലും അതിന്റെ പകുതി ലെങ്ത് ഉണ്ടാകും, x/2 ആയിരിക്കും. ഇനി നമുക്ക് ഒരു സൈഡും കൂടെ കണ്ടുപിടിക്കാനുള്ളൂ, അത് പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഏതാ നമുക്കുള്ളത്? ഹൈപ്പോണൂസ് കിടപ്പുണ്ട് 90ക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ലംബമായിട്ട് വരുന്ന ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തെന്ന് കൊടുക്കാം?
ബേസ് ആയിട്ട് കൊടുക്കാം. ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്നോ ബേസ് എന്നോ മാറിയും തിരിഞ്ഞും കൊടുത്തിട്ട് കാര്യം എന്താ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നിൽ ബേസ് അല്ലെങ്കിൽ അടുത്ത പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സൈഡ്, അത്രയേ ഉള്ളൂ വ്യത്യാസം അവിടെ. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എക്സ് കൊടുത്തു. ദെൻ എ എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡാണ് എടുത്തത് അല്ലേ, അതിന്റെ സ്ക്വയർ. അപ്പോൾ x/2ന്റെ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് x/2 ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ഇല്ലേ വരുന്നത്? x/2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എങ്ങനെ വരും? എക്സിന്റെ സ്ക്വയറും താഴെ 2ന്റെ സ്ക്വയർ രണ്ടുപേരുടെയും വർഗം ചെയ്യുക. ഇനി ഇവിടെ നിന്ന് LCM എടുത്തൊന്ന് ക്രോസ് ചെയ്താലോ? 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് നമുക്ക് കിട്ടും ഇല്ലേ? അപ്പൊ ഇവിടെ എത്ര കിട്ടുന്നത്? 4x സ്ക്വയറിൽ നിന്നും ഒരു എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി 3x സ്ക്വയർ വരും. സ്ക്വയർ റൂട്ട് ഓഫ് 3x സ്ക്വയർ ബൈ 4. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്ക്വയർ റൂട്ട് രണ്ടു പേർക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സ്ക്വയർ റൂട്ട് 3x സ്ക്വയർ ബൈ റൂട്ട് 4 എന്ന് കിട്ടും. അവിടെ നമുക്ക് രണ്ടുപേർക്കും കൊടുക്കാമല്ലോ. മുകളില് ആരെയൊക്കെ ഉണ്ട് അവിടെ? റൂട്ട് 3 ഉണ്ട്, സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ ഉണ്ട്, താഴെ 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2. ഇനി മുകളിൽ റൂട്ട് 3ക്ക് നമുക്ക് വാല്യൂ അറിയില്ല, പക്ഷെ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് അറിയാം. എന്താണ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്? എക്സ് മാത്രം അല്ലെ? അപ്പൊ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ് മാത്രം വരും, ഡിവൈഡഡ് ബൈ 2. അയ്യോ, കുറേ ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് ഇപ്പതേ നമുക്ക് റൂട്ട് 3x/2 എന്ന് കിട്ടി. അതൊക്കെ ഇരിക്കട്ടെ, എന്താ ഈ റൂട്ട് 3x/2? എന്തിനാ അത് കണ്ടുപിടിച്ചത് എന്തിനാണ്? കണ്ടുപിടിക്കാൻ പറഞ്ഞു, കണ്ടുപിടിച്ചു അല്ലേ? നോക്കിക്കേ, നമുക്ക് വേണ്ടത് ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ വശം വേണമല്ലോ. അപ്പൊ നമുക്ക് എവിടെന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് എത്രയെങ്കിലും ദൂരം കണ്ടുപിടിക്കണം ഇല്ലേ? ഇപ്പൊ ഈ സമചതുരത്തിന്റെ എന്താണ്, നമ്മുടെ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അല്ലെ? ഇതേ നീളമാണ്, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് ഇത് ഇവിടെ വരുന്നത്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. എത്രയാന്ന് കിട്ടിയത്? റൂട്ട് 3x/2 എന്ന് കിട്ടും, അല്ലെങ്കിൽ റൂട്ട് 3/2x എന്ന് കിട്ടിയത്. നോക്കിക്കേ, ഇവിടെ ഏത് ഡിസ്റ്റൻസ് ആണോ അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അല്ലെ? അതിന്റെ പകുതിയല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പൊ അങ്ങനെ തുല്യമാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? അതെങ്ങനെ നമുക്ക് കിട്ടും? ഈ റൂട്ട് 3x/2ഉം റൂട്ട് 3x/2 കൂടെ ഒന്ന് ആഡ് ചെയ്തെടുത്താൽ പോരെ? ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് കൗണ്ട് ചെയ്യാൻ പോവാണ് അല്ലെ? അത് ആഡ് ചെയ്തെടുക്കാൻ പോവാണ്. അതായത് ഈ ഒരു റെക്ടാംഗിളിന്റെ, നമുക്കറിയാം ഈ 4 റെക്ടാംഗിൾ പീസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ് ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് ആരെയൊക്കെ ആഡ് ചെയ്യേണ്ടത്? റൂട്ട് 3x/2ഉം റൂട്ട് 3x/2ഉം കൂടി ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ 2 ആണ്. ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ അതേ നമ്പർ ആണെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ 2 ആണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലുള്ള റൂട്ട് 3xഉം റൂട്ട് 3xഉം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര റൂട്ട് 3 ഉണ്ട്? 2 റൂട്ട് 3x ഉണ്ട് അല്ലെ? ദാറ്റ് ഈസ് റൂട്ട് 3xഉം റൂട്ട് 3xഉം കൂടെ ചേരുമ്പോ 2 റൂട്ട് 3x/2 എന്നും പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോ എന്ത് ചെയ്യാം? ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റൂട്ട് 3x എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 3x ആണ് എന്തിന്റെ? ഇവിടെ മുതൽ ഇവിടെ വരെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാലോ, ഇവിടെ മുതൽ മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഇവിടെ എഴുതാം. റൂട്ട് 3x ആണ് ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത്, ആ റെക്ടാംഗിളിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരൊറ്റ മെഷർ ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ സ്ക്വയറിന്റെ സൈഡും കണ്ടുപിടിക്കണം, ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞു സ്ക്വയറിന്റെ സൈഡും കണ്ടുപിടിക്കണം. ഏത് യൂസ് ചെയ്ത്? ഇത് യൂസ് ചെയ്തിട്ട്. അപ്പൊ അവിടെ നമ്മൾ ഒരാളുടെ സഹായം കൂടി തേടും, നമ്മുടെ പഴയ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സഹായം കൂടി തേടും. അതിന്റെ സൈഡ് നമ്മൾ എക്സ് ആയിട്ടാണല്ലോ എടുത്തത്, അപ്പൊ അതിന്റെയും കൂടെ സഹായം വേണം. കാരണം ഇവിടെ നമ്മുടെ ടോട്ടൽ ലെങ്ത്, ഈ വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഇത് മുതൽ ഇതുവരെ റൂട്ട് 3x കിട്ടി. പിന്നെ ഇത് ഇത്രയും ലെങ്തും കൂടെ ഇല്ലേ? അതായത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്, സമഭുജ ത്രികോണത്തിന്റെ സൈഡ് ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്നുണ്ട്. അത് എത്രയാണ്? x ആണ്. അപ്പൊ നമ്മുടെ വലിയ സ്ക്വയറിന്റെ, ലാർജ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ഈ എക്സും ഏതാണ്? റൂട്ട് 3xഉം കൂടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് എക്സ് ഇങ്ങ് പുറത്തെടുത്താല്
എന്ത് കിട്ടും? എക്സ് പുറത്തെടുക്കുക മീൻസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ഇവിടെ 1 കിട്ടും. പിന്നെ ഈ എക്സ് എടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? √3 കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 1 പ്ലസ് √3 ആയിട്ട് ഇതിനെ എഴുതാം. ഇതുപോലെ നമുക്ക് ഈ കുഞ്ഞു സ്ക്വയറിന്റെ സൈഡും കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മൾ കണ്ടു √3x ആണെന്നല്ലേ. ഇതുവരെ √3x ആണ്. അപ്പോ ഇവിടെ ഇത് എത്രയാണ്? എക്സ് അല്ലേ. അപ്പൊ ടോട്ടൽ √3x നിന്ന് ഈ എക്സ് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇവിടെ കിട്ടും. ഇല്ല, കുഞ്ഞു സ്ക്വയറിന്റെ സൈഡായിട്ട് കിട്ടും. അപ്പോൾ സ്മോൾ സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്നത് √3x നിന്നും, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള √3x നിന്നും ഈ എക്സ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ സമഭുജ ത്രികോണത്തിന്റെ സൈഡ് ആയിട്ടുള്ള എക്സ് മൈനസ് ചെയ്തേക്കുക. അവിടെ രണ്ടിടത്തും എന്തുണ്ട്? എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി √3 വരും. ഇവിടെ നിന്ന് എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 1 വരും. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു √3 മൈനസ് 1. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ കിട്ടിയത് ലാർജ് സ്ക്വയറിന്റെ വലിയ സമചതുരത്തിന്റെ വശവും കിട്ടി, അതിനകത്ത് വന്ന കുഞ്ഞു സമചതുരത്തിന്റെ വശവും കിട്ടി. അപ്പൊ കുഞ്ഞു സമചതുരത്തിന്റെ വശം നമുക്ക് കിട്ടിയത് എക്സ് ഇൻറ്റു √3 മൈനസ് 1 ആയിട്ടും വലിയ സമചതുരത്തിൻ്റെത് എക്സ് ഇൻറ്റു √3 പ്ലസ് 1 ആയിട്ടാണ് കിട്ടിയത്. ഇപ്പൊ സൈഡ് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടും തിരിച്ചു പോയേ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർ? പുറത്തുള്ള വലിയ സമചതുരത്തിന്റെയും അകത്തുള്ള കുഞ്ഞു സമചതുരത്തിന്റെയും സൈഡ്സിന്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എഴുതേണ്ടത് വലിയ സ്ക്വയറിൻ്റെതാണ് അല്ലെ. ഇപ്പൊ റേഷ്യോ ഓഫ് ദ സൈഡ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് വശങ്ങളുടെ അനുപാതം, അംശബന്ധം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? ആദ്യം വലുതിൻ്റെത് വേണം. ചോദിച്ചിരിക്കുന്നത് ഔട്ടർ ആണ് അല്ലെ, പുറമേ ഉള്ളത്. അപ്പൊ പുറത്തുള്ളത് വലുതാണ്. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെത് വേണം എഴുതാൻ. എക്സ് 1 പ്ലസ് √3 എക്സ് ഇൻറ്റു 1 പ്ലസ് √3 അനുപാതം ഈസ് 2. അകത്തുള്ള കുഞ്ഞു സ്ക്വയറിന്റെ കുഞ്ഞു സമചതുരത്തിന്റെ സൈഡ് നമുക്കിപ്പോ കിട്ടി എക്സ് ഇൻറ്റു √3 മൈനസ് 1. ഇവിടെ എക്സ് കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് വരും? 1 പ്ലസ് √3 ഈസ് ടു √3 മൈനസ് 1. 1 പ്ലസ് √3 ഈസ് ടു √3 മൈനസ് 1. ഇതാണ് നമ്മുടെ വലിയ സ്ക്വയറിന്റെ സൈഡും ചെറിയ സ്ക്വയറിന്റെ സൈഡും തമ്മിലുള്ള അംശബന്ധം. ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? ഇപ്പോൾ ഇവിടെ കിട്ടിയ റേഷ്യോ നമുക്ക് 1 പ്ലസ് √3 ഈസ് ടു √3 മൈനസ് 1 വേണമെങ്കിൽ √3 പ്ലസ് 1. 1 പ്ലസ് √3 നമുക്ക് എങ്ങനെ എഴുതാം? √3 പ്ലസ് 1 ആയിട്ട് എഴുതാം. അപ്പോൾ √3 പ്ലസ് 1 ഈസ് ടു √3 മൈനസ് 1 അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന് ഉണ്ടായിരുന്ന പേജ് നമ്പർ 60-ലും 61-ലും ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക്